ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഉളുഹിയ്യത്ത് അറുക്കുന്നതിന്റെ മഹത്വം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. വലിയ സുന്നത്താണ്, മുഅക്കദായ സുന്നത്താണ് എന്ന് പറഞ്ഞു. അത് ആരുടെ മേലിലാണ് സുന്നത്തുള്ളത്? പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള, സ്വതന്ത്രനായ, വിവേകമുള്ള, ഉളുഹിയ്യത്ത് അറുക്കാൻ കഴിവുള്ള, പെരുന്നാൾ ദിവസത്തെ രാത്രിയും അവന്റെ അത്യാവശ്യങ്ങൾ കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ അങ്ങനെ കഴിവുള്ള മുസ്ലിമായ മനുഷ്യന് ശക്തമായ സുന്നത്താണ് ഉളുഹിയ്യത്ത് അറുക്കുക എന്നത്. ഇന്നലക്ക് കഴിവുള്ള ഒരാൾ ഉളുഹിയ്യത്ത് ഉപേക്ഷിക്കുക എന്നത് കറാഹത്തുമാണ്. അവന്റെയും അവന്റെ ആശ്രിതരുടെയും ചെലവുകൾ കഴിച്ചിട്ട് ബാക്കി വല്ലതുമുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കൽ, അതായത് മൃഗത്തെ വാങ്ങാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാതിരിക്കൽ കറാഹത്താണ്. അബൂ ഹനീഫ ഇമാമിന്റെ അടുക്കൽ അത് സുന്നത്തുമാണ്, അല്ല അത് വാജിബാണ്. അത് ചെയ്യൽ വാജിബാണ്, നിർബന്ധമാണ്. ഏതായിരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 10 വർഷം മദീനയിൽ താമസിച്ചപ്പോൾ 10 വർഷവും ഉളുഹിയ്യത്ത് അറുത്തിരുന്നു എന്നതുകൊണ്ടാണത് വാജിബാണെന്ന് വരെ അബൂ ഹനീഫ ഇമാം പറയുന്നത്. നമ്മുടെ അഭിപ്രായത്തിൽ ശക്തമായ സുന്നത്താണെന്നാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുന്നത്. ഉളുഹിയ്യത്ത് അറുക്കാനുള്ള മൃഗത്തിന്റെ രൂപം നമ്മൾ പഠിക്കണം. ആട്, നെയ്യാട്, കോലാട് എന്നീ 2 ഇനങ്ങൾ ഉണ്ട്. നെയ്യാട് ആണെങ്കിൽ 1 വയസ്സ് തികയണം. കോലാട് ആണെങ്കിൽ 2 വയസ്സ് തികയണം, പൂർത്തിയാവണം. 3-ാം വയസ്സക്ക് കടക്കണം. 2 വയസ്സ് പൂർത്തിയാകണം എന്റെ ജനനം മുതൽ. നമ്മളെ നാട്ടിലൊക്കെ കോലാടാണ്. 2 വയസ്സ് പൂർത്തിയാകണം. അതിന്റെ രൂപങ്ങളൊക്കെ ഇനിയും പറയും. ന്യൂനതകളെ തൊട്ടൊക്കെ ശുദ്ധമായതാവണം. പശു വർഗത്തിൽപ്പെട്ടതാണെങ്കിൽ കാളാമൂരി, പോത്ത് പോലെയുള്ളത് 2 വയസ്സ് തികയണം. 2 വയസ്സിന്റെ താഴെയുള്ള മൃഗത്തെ ചന്തയിൽ പോയി വാങ്ങിക്കൊണ്ടരുത്. അത് അർത്താൽ അത് ഉളുഹിയ്യത്തായി വീടുകയും ചെയ്യുകയില്ല എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ വാങ്ങുന്ന മൃഗം 2 വയസ്സ് തികഞ്ഞു എന്ന് ഉറപ്പ് വരുത്തുക. ഒട്ടകമാണെങ്കിൽ 5 വയസ്സ് തികയണം, 2 വയസ്സ് അല്ല. ഇങ്ങനെ മൃഗത്തിന്റെ രൂപം, അതിന്റെ വയസ്സാണ് ഇപ്പോൾ പറഞ്ഞത്. നിയ്യത്ത് ചെയ്തുകൊണ്ടായിരിക്കണം അറുക്കുന്നത്. നിയ്യത്തില്ലാതെ അറിവ് നടത്തിയാൽ അത് ഉളുഹിയ്യത്തായി സഹീഹാവുകയില്ല. അറുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മൃഗത്തെ നമ്മള് വാങ്ങി മാറ്റിവെച്ച് ആ സമയത്ത് എപ്പോഴെങ്കിലും നിയ്യത്ത് വെക്കണം. ഒന്നരിക്ക് അറുക്കുന്ന സമയത്ത് നിയ്യത്ത് വെക്കണം, അല്ലെങ്കിൽ അതിനെ മാറ്റിവെച്ച, അത് ഉളുഹിയ്യത്താക്കി നിയമിച്ച് നമ്മൾ മാറ്റിവെച്ച സമയത്ത്. എന്താണ് നിയ്യത്ത് വെക്കേണ്ടത്? നവൈത്തുൽ ഉളുഹിയ്യത്തൽ മസ്നൂന. അറബി പറഞ്ഞിട്ട് ബേജാറാകേണ്ട, മലയാളത്തിൽ പറഞ്ഞാലും മതി. സുന്നത്തായ ഉളുഹിയ്യത്ത് ഞാൻ കരുതി, മൃഗത്തെ സുന്നത്തായ ഉളുഹിയ്യത്ത് അറുക്കാൻ ഞാൻ കരുതി എന്ന് നിയ്യത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ അതാ സുന്നത്തുൽ ഉളുഹിയ്യ, ഉളുഹിയ്യത്തിന്റെ സുന്നത്തിന് വീട്ടന്നെ ഞാൻ കരുതി. ഉളുഹിയ്യത്ത് അറുക്കലിനെ കരുതി എന്ന് പെട്ടെന്ന് പറയണ്ട. ഉളുഹിയ്യത്ത് മൃഗമാ, ഉളുഹിയ്യത്ത് അറുക്ക എന്നത് സുന്നത്ത് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം നിയ്യത്ത് ചെയ്യുമ്പോഴും പറയുമ്പോഴൊക്കെ പറയേണ്ടത്. ഇത് എന്റെ ഉളുഹിയ്യത്ത് മൃഗമാണ് എന്ന് പറയുമ്പോൾ സുന്നത്തായ ഉളുഹിയ്യത്ത് മൃഗമാണ് എന്ന് തന്നെ പറയണം. എല്ലാം ഞാൻ നിർബന്ധമായി പോകും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സുന്നത്തായ എന്ന് പറയാതെ പറയുമ്പോൾ അത് നിർബന്ധമായി പോകും. നിർബന്ധമായാലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാല് ഒരുപാട് നിബന്ധനകൾ ശ്രദ്ധിക്കേണ്ടി വരും. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് പറയും. അത് നിബന്ധനകൾ വർദ്ധിക്കും. ഏതായിരിക്കട്ടെ, സുന്നത്തായ ഉളുഹിയ്യത്ത് ഞാൻ കരുതുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. മനസ്സുകൊണ്ടും നാക്കുകൊണ്ടും. മനസ്സുകൊണ്ട് പറയലാണ്, മനസ്സുകൊണ്ട് നിയ്യത്ത് കരുതലാണ് നിർബന്ധം. നാക്കുകൊണ്ട് പറയല് സുന്നത്തുമാണ്.
അറുക്കുന്ന സമയത്ത് കരുതിയാലും മതി എന്ന് മനസ്സിലാക്കാം. ഇനി അപ്പൊ ഗൾഫിലൊക്കെ ഉള്ള ആളുകളാകുമ്പോ നിയ്യത്ത് വെക്കാൻ മറന്നു പോകരുത്. ഒന്നിരിക്കല് ആ മൃഗത്തെ വാങ്ങിയതിന് ശേഷം ഇത് എന്റെ സുന്നത്തായ ആ മൃഗം, അവിടെ വാങ്ങിയ ആ മൃഗം എന്റെ സുന്നത്തായ ഉളുഹിയത്താണ് എന്ന് കരുതുക, പറയുക. നിയ്യത്ത് വെക്കാതെ ഒരിക്കലും സഹിയാവുകയില്ല. നിയ്യത്ത് ഇനി വേണമെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കാവുന്നതാണ്. ആരെ ഏൽപ്പിക്കും? അതിന് പറ്റിയ ആളെ ഏൽപ്പിക്കുക. ഭാര്യനെ ഏൽപ്പിക്കാം, അല്ലെങ്കിൽ അതിന് പറ്റിയ ഒരാളെ. എന്റെ ഉളുഹിയത്ത് നിയ്യത്ത് വെക്കാനും നിങ്ങളെ ഏൽപ്പിച്ചു. അറുക്കുന്ന ആളാണെങ്കിൽ അറുക്കുന്നവനെ ഒന്ന് ഏൽപ്പിക്കണം. ആരേൽപ്പിക്കണം? ആർക്ക് വേണ്ടിയാണോ ഉളുഹിയത്ത് അറുക്കേണ്ടത് അയാൾ, ആർക്ക് വേണ്ടിയാണോ ഈ മൃഗം വാങ്ങിയത് അയാൾ അറുക്കുന്നവനെയും ഏൽപ്പിക്കണം. നിയ്യത്ത് ചെയ്യാൻ അറുക്കാൻ വേണ്ടിയും ഏൽപ്പിക്കാം. നിയ്യത്തിൽ മാത്രം അറുക്കാൻ വേണ്ടി മാത്രം ഏൽപ്പിച്ചിട്ട് സ്വന്തം നിയ്യത്ത് ചെയ്യാം. സ്വന്തം നിയ്യത്ത് ചെയ്ത് അറുക്കാൻ വേറെ ആൾ ഏൽപ്പിച്ചു. എങ്ങനെയായാലും അറുക്കേണ്ടത് സ്വന്തമാണ്. സ്വന്തമായി അറുക്കാൻ സാധിക്കാത്തവർ, കഴിയാത്തവർ അറുക്കാനും ഏൽപ്പിക്കണം. വക്കാലത്ത് ആക്കാതെ ആ അറുവുകാരൻ വന്നങ്ങ് അറുത്തു. അറുക്കാൻ വേണ്ടി അയാളോട് ഏൽപ്പിച്ചില്ല. ആരും ഏൽപ്പിക്കണം? കമ്മിറ്റി ഏൽപ്പിക്കല്ല. മറിച്ച് മുളഹി ആരാണോ ഉളുഹിയത്ത്, ആർക്കുള്ള മൃഗമാണോ അയാൾ ഏൽപ്പിക്കണം. അല്ലാതെ കമ്മിറ്റി ഏൽപ്പിച്ചാൽ പറ്റൂല. ചിലപ്പോൾ പള്ളി കമ്മിറ്റിനെയോ മറ്റു കമ്മിറ്റിനെയോ അറുവ് മൃഗത്തെ വാങ്ങാൻ വേണ്ടി നമ്മൾ ഏൽപ്പിച്ചാൽ അറുവ് മൃഗം വാങ്ങിയതിനു ശേഷം ആരെ തൊട്ടാണ് ആ മൃഗത്തെ ക്രമപ്പെടുത്തണം. നമ്മൾ പലപ്പോഴും 7 ആളുകൾ പങ്കാവാറുണ്ട്. 7 ആളുകൾ പങ്കാവാറുണ്ട്. പങ്കാവുമ്പോ ഇന്ന 7 ആക്കാണ് ഈ മൃഗം എന്ന് ഓരോ മൃഗത്തിനെയും കൃത്യമാക്കണം. 15, 10, 4, 2, 3 മൃഗങ്ങൾ അറുക്കുമ്പോൾ ഈ മൃഗം ഇന്ന 7 ആക്ക് എന്ന് കൃത്യമായ 7 ആക്ക് ഒരു മൃഗത്തെ നിശ്ചയിച്ചു കൊടുക്കണം. എന്നിട്ട് അവരിൽ ഓരോരുത്തരും ഒന്നിരിക്കൽ നിയ്യത്ത് വെക്കണം. ഈ മൃഗത്തിലെ സുന്നത്തായ ഉളുഹിയത്ത് അറുക്കാൻ ഞാൻ കരുതിയെന്ന് ഓരോരുത്തരും നിയ്യത്ത് വെക്കണം. ഈ മൃഗത്തിലെ 7-1 സുന്നത്തായ ഉളുഹിയത്ത് അറുക്കാൻ ഞാൻ കരുതിയെന്ന്. അല്ലെങ്കിൽ നിയ്യത്ത് ഇതാ ഈ മൃഗത്തിന്റെ 7-1 അല്ലെങ്കിൽ ഈ മൃഗത്തെ സുന്നത്തായ ഉളുഹിയത്ത് അറുക്കാൻ നിന്നെ ഞാൻ ഏൽപ്പിച്ചു എന്ന് നിയ്യത്ത് വെക്കാനും നിന്നെ ഞാൻ ഏൽപ്പിച്ചു എന്ന് ഒരാളെ നിയ്യത്ത് വെക്കാനും ഉളുഹിയത്ത് അറുക്കാനും ഒരാളെ ഏൽപ്പിക്കണം, കൃത്യമാക്കണം. അല്ലാതെ ഇവിടെ ഒരു 10 പോത്തുണ്ട്, അതില് എല്ലാരും കൂടി അങ്ങോട്ട് ഷെയറാണ് എന്ന് പറഞ്ഞാൽ പോരാ. ഇന്ന പോത്ത് ഇന്ന ആളുടെ എന്ന് കൃത്യമാക്കിയിട്ട് നിയ്യത്ത് ചെയ്യണം. അത് അറുക്കുന്നവനെ ഏൽപ്പിക്കൽ. ആരാണോ മൃഗത്തിന്റെ ഉടമസ്ഥൻ അയാൾ അത് കൃത്യമായി ഏൽപ്പിക്കുകയും ചെയ്യണം. ഈ കാര്യം നല്ല ശ്രദ്ധിക്കണം. പലപ്പോഴും അത് ശ്രദ്ധിക്കാതെ അങ്ങ് പൈസ കൊടുത്തു വിടുക, അങ്ങോട്ട് അറുക്കുക, നിയ്യത്ത് ഏൽപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ നിയ്യത്ത് വെക്കുന്നില്ല. ഇന്ന മൃഗം ഇന്ന ആളെ തൊട്ടാണെന്ന് കൃത്യമാക്കി നിയ്യത്ത് വേർതിരിക്കുന്നില്ല, അറവിനെ ഏൽപ്പിക്കുന്നില്ല. വക്കാലത്തില്ലാത്ത പ്രശ്നങ്ങൾ വരാറുണ്ട്. ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയും. അസ്സലാമു അലൈക്കും.